Smoking is injurious to health. It causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ക്യാൻസറിന് കാരണമാകുന്നു. ആരാത്? ദാ വരുന്നു. ഓ, നീയാണോ? കേറി വാ. പ്ലീസ് ഇരിക്കൂ. Sure. ചേച്ചി, ഇതാണ് രാജ്. ഹായ്, ഹായ്. രാജ് ബാനർജി. ശരി. ആക്ച്വലി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. ഓക്കെ. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ജീവനോടും ഇല്ല. സിറ്റിയിൽ എനിക്ക് 3 ഫ്ലാറ്റ് ഉണ്ട്, 2 വീടുണ്ട്, 5 കാറും ഉണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആക്ച്വലി കുറച്ചുനാൾ മുമ്പ് ഞാൻ ബാങ്കോക്കിലേക്ക് പോയിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നത്തിൽ ഞാൻ കുടുങ്ങി. അപ്പോൾ ഇവളാണ് സഹായിച്ചത്. അതിൻ്റെ എല്ലാ വശങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഇതിൽ പ്രോഫിറ്റ് കിട്ടുമോ ഇല്ലയോ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. പക്ഷേ ഇതുപോലത്തെ ഒരു നല്ല പെണ്ണിനെ ഞാൻ കണ്ടിട്ടേയില്ല. ഇവളൊരു ഡയമണ്ടാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഈ ഡയമണ്ട് എൻ്റെ വീട്ടിൽ എടുത്തുകൊണ്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് 4 പേര് അറിഞ്ഞ് ഇവളെ കല്യാണം കഴിക്കാൻ. ആക്ച്വലി എന്നെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യം ഈ പറയുന്നത്. വളരെ നല്ലത്. എനിക്കിതിൽ ഒബ്ജക്ഷൻ ഒന്നുമില്ല. എങ്കിലും ഇവൾ ഇതിനെക്കുറിച്ച് എന്നോട് ഇതുവരെ പറഞ്ഞേയില്ല. സാധാരണ അവൾ എല്ലാ കാര്യവും എന്നോട് പറയുന്നതാ. ആക്ച്വലി ഇവനാണ് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞത്. അവൻ തന്നെ എല്ലാം വന്ന് പറയാമെന്ന് പറഞ്ഞു. അതാ ഞാൻ ചേച്ചിയോട് പറയാഞ്ഞത്. ചേച്ചിക്കൊരു സർപ്രൈസ് ആകാൻ വേണ്ടി. ഞാൻ സർപ്രൈസ് ആയി. പക്ഷേ കല്യാണം എന്നൊക്കെ വരുമ്പോ ഞാൻ സ്ത്രീധനമൊക്കെ എന്തെങ്കിലും തരണ്ടേ? ഇല്ലില്ല, എനിക്ക് സ്ത്രീധനം ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലുള്ള പെണ്ണിനെ തന്നാൽ മാത്രം മതി. ഓക്കെ. ചേച്ചി, ആ ചേച്ചിക്ക് എന്നോട് ദേഷ്യം വല്ലതുണ്ടോ? ചേച്ചിയോട് ചോദിക്കാതെ ഞാൻ തീരുമാനം എടുത്തതിൽ ദേഷ്യമുണ്ടോ? ഇല്ല. നീ അതിന് കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ. കൊച്ചിലെ നീ എല്ലാ കാര്യവും പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ നീ ഒന്നും പറയാറില്ല. അപ്പൊ ചേച്ചിക്ക് ഇതിലെ സന്തോഷമില്ലേ? അങ്ങനെയല്ല, എനിക്ക് സന്തോഷം തന്നെയാ. പക്ഷെ മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സന്തോഷിക്കുമായിരുന്നു എന്ന് പറയായിരുന്നു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. പ്ലീസ് എന്നോട് ക്ഷമിക്ക് ചേച്ചി. എപ്പോഴാ നിങ്ങൾ തമ്മിലുള്ള വിവാഹം? അവൻ സ്ത്രീധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണ്ടേ? അതാണല്ലോ അതിൻ്റെ ശരി. അതുമല്ല, വീടിൻ്റെ ലോണും നീ അടച്ചു തീർക്കുന്നത്. അതുകൊണ്ട് നിന്നെ പ്രഷറൈസ് ചെയ്യാനും പറ്റില്ല. കൂടാതെ എനിക്ക് വലുതായിട്ട് സേവിങ്സും ഒന്നുമില്ല. അടുത്ത മാസം അവസാനത്തോടെ കല്യാണം നടത്താമെന്ന് തീരുമാനിച്ചിരിക്കുക. ക്ലോസ് ഫ്രണ്ട്സിനെ എല്ലാരും കൂടെ വിളിച്ചാലും മൊത്തം ഒരു 50-60 പേര് വരും ചേച്ചി. നല്ലൊരു പാർട്ടി നടത്തേണ്ടി വരും. ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ടേ. ഞാൻ നാളെ ഓഫീസിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുക. എനിക്കിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ചേച്ചി വീണ്ടും ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പോണോ? ചേച്ചിക്ക് ഇതുവരെ ഭേദമായിട്ട് കൂടെ ഇല്ല. ഹെൽത്ത് ഇനിയും ശരിയാകാനുണ്ട്. വീണ്ടും ടെൻഷൻ ആവാനുള്ള പരിപാടിയാണോ? എനിക്കൊന്നും സംഭവിക്കില്ല. ഡോണ്ട് വറി. ശരി, നമുക്ക് ഉറങ്ങാം. സമയം ഒരുപാടായി. എഴുന്നേക്ക്. ചേച്ചി വാ. പാചകം എപ്പോ കഴിയും? അത് കഴിയാറായി. അവൻ എപ്പോഴാ വരിക? അവൻ വന്നോണ്ടിരിക്കുക. ഞാൻ പാചകം ചെയ്തത് കഴിക്കണമെന്ന്. ഇന്നലെ അവൻ എനിക്ക് എല്ലാം വാങ്ങിച്ചെന്ന് അറിയാവോ? അവൻ നല്ലവനാ. ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇന്ന് ചേച്ചിക്ക് ജോലിക്ക് പോണോ? അപ്പൊ പ്ലീസ് വേഗം വരാൻ നോക്കണേ. ഞാൻ എന്ത് ചെയ്യാനാ? ഇന്ന് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ വന്നേക്കാം.
ശരിക്കും ഇന്ന് ഓഫീസ് അവധിയാ. അത് സാരമില്ല ചേച്ചി, ഞാനൊരു കാര്യം ആലോചിച്ചതാ. അതായത് ഞാൻ കല്യാണം കഴിച്ചു പോയാലേ ചേച്ചിക്ക് ഇവിടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഉം. ഞാൻ ആലോചിക്കുമായിരുന്നു. അതെ ചേച്ചി, ചേച്ചി ഞങ്ങളുടെ കൂടെ വന്നാൽ നന്നായിരിക്കും. അതൊന്നും ശരിയാവില്ല. ചേച്ചി വന്ന് അനിയത്തിയുടെ വീട്ടിൽ താമസിച്ചാൽ എങ്ങനെ ശരിയാവുക? അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പൊ ചേച്ചി കൂടെ വന്നാലെന്താ? അതിലെന്താ ബുദ്ധിമുട്ട്? അതൊന്നും ശരിയാവില്ല മോളെ. ഓ, ഈ ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. വാ ചേച്ചി. അമ്മയെ പറ്റിയുള്ള ഓർമ്മകൾ എനിക്ക് തീരെയില്ല. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ സമയത്ത് അച്ഛനും മരിച്ചുപോയി. അച്ഛൻ നമുക്കായിട്ട് ഒന്നും കരുതി വെച്ചതുമില്ല. അപ്പോ ചേച്ചിക്ക് എത്ര വയസ്സ് കാണും? കോളേജ് സെക്കൻഡ് ഇയർ അല്ലേ? ദിവസവും കോളേജ് കഴിഞ്ഞുവന്ന് കോൾ സെന്ററിൽ എനിക്ക് വേണ്ടി ചേച്ചി ജോലിക്ക് പോവായിരുന്നു. എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചേച്ചി വളരെയധികം കഷ്ടപ്പെട്ടു. എൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി ശരിക്കും സ്ട്രഗിൾ ചെയ്തു. അതുകൊണ്ട് നമ്മുടെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്തു. എന്നെപ്പറ്റി മാത്രമേ ചേച്ചിക്ക് ചിന്തയുണ്ടായിരുന്നുള്ളൂ. ചേച്ചിയെപ്പറ്റി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പറ. നമ്മളെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ എത്ര പേരുടെ ജീവിതമാണ് നന്നായിട്ടുള്ളത്? നല്ലൊരു കരിയർ കിട്ടുന്നതും നല്ലൊരു ജീവിതം കിട്ടുന്നതൊക്കെ എളുപ്പമാണോ പറഞ്ഞേ? നീ MBAയിൽ ടോപ്പ് റാങ്കറായിരുന്നു. പിന്നെ ഓൾ ഇന്ത്യ ബാങ്ക് സർവീസ് എക്സാമിനേഷനിലും ടോപ്പറായിരുന്നു. നിനക്ക് കഴിവുള്ളതുകൊണ്ട് നല്ല ഒരു ബാങ്കിൽ മാനേജർ പോസ്റ്റിൽ ജോലിയും കിട്ടി. അതൊക്കെ എത്ര ഈസിയാണോ? ഐ എം പ്രൗഡ് ഓഫ് യു മൈ ലിറ്റിൽ സിസ്റ്റർ. എൻ്റെ എല്ലാ സക്സസിന്റെയും കാരണം ചേച്ചി മാത്രം. അയ്യോ, അടുപ്പത്ത് തോരൻ വെച്ചിട്ട് വന്നത് മറന്നുപോയി. പൊട്ടിപ്പെണ്ണ, ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെ. അതെവിടെ പോയി? അതെവിടെ വെച്ചാന്നറിയില്ലല്ലോ. എവിടാ വെച്ചത്? ഹലോ. ഹായ്, നീ എവിടെയുള്ളത്? ഇപ്പൊ കോറിഡോറിൽ നിന്ന് സ്മോക്ക് ചെയ്യുക. അപ്പോഴാ നിന്റെ കോൾ വന്നത്. ആക്ച്വലി ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ഇവിടെ മീറ്റിംഗ് ഞാൻ കുടുങ്ങിയിരിക്കുക. സമയത്തിന് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മീറ്റിംഗ് പെൻഡിങ്ങാ. ഡെലിഗേറ്റ്സ് എല്ലാം വരുന്നേ ഉള്ളൂ. നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ സിസ്റ്ററിൻ്റെ കൂടെ ചേർന്ന് നിങ്ങൾ ഡിന്നർ കഴിച്ചു. ചേച്ചി പുറത്തു പോയിരിക്കുക. ഓ ഗോഡ്, മൈ പുവർ ബേബി. ഓക്കെ, എങ്ങനെങ്കിലും വേഗം വരാൻ നോക്കാം. പിന്നൊരു കാര്യം, ഞാൻ വരാൻ കുറച്ച് താമസിക്കും. നീ വെറുതെ ടെൻഷൻ അടിക്കരുത്. സീരിയസ്ലി? നിനക്കും എൻ്റെ ചേച്ചിക്ക് ഒരേ സ്വഭാവം തന്നെയാ. റെഡിക്കുലസ്. കല്യാണത്തിന് ശേഷം നീ ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ, പിന്നെ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യും, നോക്കിക്കോ. പക്ഷെ ഞാൻ നിന്നെ വിടില്ലല്ലോ. നീ അങ്ങ് പോയാലേ പിന്നെ എനിക്ക് വേറെ ആരാ ഈ ഭൂമിയിലുള്ളത്? അത് പറ. എല്ലാ ആണുങ്ങളും നിന്നെ പോലൊരു പെണ്ണ് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ശരിയല്ലേ? എന്താ തമാശ പറയാണോ? ഞാൻ തമാശയൊന്നുമല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടാണ്. ഫോൺ വെച്ചിട്ട് പോടാ. ഇന്ന് നിന്റെ കൂടെ വന്നിട്ട് ഷോപ്പിംഗ് എല്ലാം മൊത്തത്തിൽ തീർക്കാമെന്ന് വിചാരിച്ചതാ. എല്ലാം വേസ്റ്റായി. ഐ എം സോ സോറി ബേബി. ദാ നോക്ക്, എനിക്ക് വേണ്ടി കാത്തിരിക്കാതെ ഡിന്നർ കഴിച്ചോളൂ. ശരി, ഞാനിപ്പോ അകത്തേക്ക് പോവാ കേട്ടോ. മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. ബൈ. ബൈ. ഞാനിപ്പോ 20,000 പകരം 30,000 തരാം. 20 പകരം 30? യെസ്. എന്തിന്? കാരണം നിന്റെ ടച്ചസിൽ ചില മാജിക് ഒക്കെ ഉണ്ട്. സൂപ്പർ മാജിക്.
നിറയെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് വേറെ ആരുടെയും കൂടെ പോകരുത്. ഞാൻ മാത്രം മതി പ്ലീസ്. എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ ചെയ്തോളാം. പക്ഷെ നീ എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. എൻ്റെ ബോറിംഗ് ആയ ആ മോശം ജീവിതത്തിൽ നിന്ന് നീയാണ് ഒരു നല്ല റിഫ്രഷ്മെന്റ് തരുന്നത്. ഞാനെല്ലാം മറന്ന് സന്തോഷമായിട്ടിരിക്കാൻ കാരണം നീയാ. എല്ലാം മറന്നു പോകുന്നു. നിന്റെ ആ ഇലക്ട്രിക് ടച്ചില്ലേ, അതൊരു മാജിക് സ്പെല്ല് തന്നെയാ, മനസ്സിലായോ? I love this touch. ശരി, ഇതാരാ നിനക്ക് പഠിപ്പിച്ചു തന്നത്? സീക്രട്ട്. സെക്കൻഡ് ക്ലയന്റ് ആയിട്ട് വരാൻ പോകുന്ന ആള് എന്റെ ഫ്രണ്ടാ. ഓക്കെ. അവൻ വന്നോണ്ടിരിക്കുക. അവനെ നീ സന്തോഷിപ്പിക്കണം. ഇതിലവന് താല്പര്യം കൂടുതലാ. അവനൊരു ഇൻഫ്ലുവൻഷ്യലായ ആളാ. നീ അവനെ സന്തോഷപ്പെടുത്തിയ എന്റെ പല ഡീൽ അവൻ ഓക്കെ ചെയ്യും. എനിക്കും അത് സന്തോഷമാവും. അതിന് ഞാൻ പ്രത്യേകം പണം തരാം. എന്താവശ്യം ഉണ്ടെങ്കിലും ചെയ്യാം. എന്താ, മനസ്സിലായോ? ഇതുവരെ നിന്റെ ക്ലയന്റിൽ ആരെങ്കിലും ഒരാളെ ഞാൻ തൃപ്തിപ്പെടുത്താതെ ഇരുന്നിട്ടുണ്ടോ? പറഞ്ഞേ. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ലവ് ചെയ്യുന്നത് ഡാർലിംഗ്. ശരി, ചെല്ല്, ചെന്നൊന്ന് ഫ്രഷ് ആകും. അവനിപ്പോ വരും. ഓക്കെ ഓക്കെ. ഹായ്, വെൽക്കം. ഹലോ, വാ വാ വാ. എന്താ ഇത്രയും താമസിച്ചു? ട്രാഫിക് ജാം. ഓ, ട്രാഫിക് ജാമോ? ഓക്കെ, കം, ഇരിക്കേ. അവൻ എത്തിക്കഴിഞ്ഞു ബേബി. ശരി, ഞാൻ പോവാ. ഞാൻ പറഞ്ഞ കാര്യം മറക്കാൻ പാടില്ല, മനസ്സിലായോ? ഹീസ് വെയിറ്റിംഗ് ഫോർ യു ഡാർലിംഗ്. ഡാർലിംഗ്, നിന്നെ എവിടെ ഡ്രോപ്പ് ചെയ്യണോ അവിടെ അവൻ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. I don't need any lift for me. Okay, baby. Then bye. See you again. Bye. വളരെ നന്നായിട്ടുണ്ട്. ഒരു രാത്രി മൊത്തം ഇങ്ങനെ കിട്ടിയാൽ നന്നായിരിക്കും. Oh my God. ഇങ്ങനൊരു സ്ഥലത്ത് ഇതുപോലൊരു സർപ്രൈസ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. മൈ ഡിയറസ്റ്റ് ശാലിനി. പേരെല്ലാം കൃത്യമാണല്ലോ അല്ലേ? സോ ഇതാണോ നിന്റെ കോൾ സെന്റർ ജോലി? ചേച്ചി ഇത്ര ഹോട്ടാന്ന് അറിഞ്ഞിരുന്നേ അനിയത്തെ ലവ് ചെയ്യില്ലായിരുന്നു, ചേച്ചിയെ ലവ് ചെയ്തതിന്. ഇന്ന്
നീ എനിക്ക് നല്ലൊരു ട്രീറ്റ് വെക്കണം. നീ വേണമെങ്കിൽ എന്നെ പറ്റി നിന്റെ അനിയത്തിയോട് പോയി പറയാം. ഞങ്ങളുടെ കല്യാണവും നിന്നു പോവും. ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ ഞാൻ നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ നിന്റെ അനിയത്തിയോട് പോയി പറഞ്ഞാ പിന്നെ എന്തായിരിക്കും സ്ഥിതി? സൊസൈറ്റിയിൽ പുരുഷന്മാരെങ്ങനെയാണെങ്കിലും അവരെ അംഗീകരിക്കും. സത്യം പറഞ്ഞാൽ അത് എഴുതാത്തൊരു നിയമമാണ്. പക്ഷേ ഇതേ സ്ത്രീയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിക്കും. നോക്ക്, നിന്റെ ഈ സുഖം എനിക്ക് ഓരോ രാത്രിയിലും വേണം. അത് മാത്രമല്ല, എനിക്ക് സ്പെഷ്യലായിട്ട് ഡിസ്കൗണ്ടും വേണം. തരുമല്ലോ അല്ലേ? പറ. നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അവളോട് പറയട്ടെ? അതും ഒരു ബെഡില് പറയട്ടെ? പറയട്ടെ? ഓക്കെ, ഡു വൺ തിങ്. നമ്മുടെ ഈ രഹസ്യം നമ്മൾ പറയുന്നില്ല. പക്ഷെ എന്നെ പൂർണ്ണമായിട്ട് നീ തൃപ്തിപ്പെടുത്തണം. സമയം കളയല്ലേ? കമോൺ കമോൺ, വാ വാ വാ, തുടങ്ങ്. വാ, കുറച്ചു നേരം സന്തോഷമായിട്ടിരിക്കാം. കമോൺ. കമോൺ കമോൺ, എന്നെ സന്തോഷിപ്പിക്കേ.